വായ തുറന്നാൽ നുണ മാത്രം പറയുന്നൊരു വ്യക്തി മറ്റൊരാൾ നുണ പറയുമ്പോൾ ശക്തമായി വിമർശിക്കും. എപ്പോഴും ചൂടാവുന്നൊരു വ്യക്തി മറ്റൊരാൾ ചൂടായാൽ ഭയങ്കരമായിട്ട് വിമർശിക്കും. ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റേഴ്സിനെയാണ് ഹിപ്പോക്രൈറ്റ് എന്ന് വിളിക്കുന്നത്. അയാൾക്ക് അത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അയാൾ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അയാൾ അത് ചെയ്യുന്നത് നോർമലാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ മറ്റാരെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് അതിന് വലിയൊരു മാഗ്നിഫൈങ് ഗ്ലാസ്സിലൂടെ കണ്ടിട്ട് ഭീകരമായി ചിത്രീകരിക്കുകയും ചെയ്യും. ഇവരെ കൂടെ നമുക്ക് പെരുമാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മളോട് ഇങ്ങോട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മളുടെ ബിഹേവിയർ ഏകദേശം അതിന് തുല്യമായൊരു മാറ്റം വരുമല്ലോ. അപ്പോൾ ഈ ആളുകൾ കണ്ണാടികൾ പോലെയാണ്. മുന്നിൽ എന്താണോ കാണിക്കുന്നത് അതിനനുസരിച്ചൊരു റിഫ്ലക്ഷൻ ഇവിടുന്ന് അങ്ങോട്ടും പോകും. പക്ഷേ ഇത്തരം ആളുകളുടെ മുന്നിൽ ഈ കണ്ണാടികളാവാൻ ആർക്കും പെർമിഷനില്ല. അവർ ചൂടാവും, പക്ഷെ നിങ്ങൾ ചൂടാവാൻ പാടില്ല. അവർ കരയും, നിങ്ങൾ കൂടെ കരയാൻ പാടില്ല. അവർ തമാശ പറയും, നിങ്ങൾ തമാശ പറയാൻ പാടില്ല. അവർ കളിയാക്കും, നിങ്ങൾ കളിയാക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് എന്തും ചെയ്യുവാനുള്ള ലൈസൻസ് ഉണ്ടെന്നും അതൊന്നും നിങ്ങൾ ചെയ്യരുതെന്നും ഉള്ള ചിന്താഗതിയിൽ ജീവിക്കുന്നവർ. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കിയ നുണ പറയൽ, പരദൂഷണം പറയൽ, നുണ പറയലൊക്കെയാണ്. ഇവർ വായ തുറന്നാൽ പരദൂഷണേ പറയുള്ളൂ, ആരെങ്കിലും കുറിച്ച് കുറ്റേ പറയുള്ളൂ, എന്തെങ്കിലും തോന്നിയാസങ്ങൾ പറയും. ബട്ട് അവർ കൂടെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ഒരു ചെറിയ പരദൂഷണം എങ്ങനെ അബദ്ധത്തിലെങ്ങാനും എപ്പോഴെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൂടാ നിങ്ങൾക്ക്? എന്തിനാ ഇങ്ങനെ വെറുതെ വായ തുറന്നാൽ നെഗറ്റീവ് പറയുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ആരാണ് ഈ പറയുന്നത് ഉപദേശം എന്ന് കേൾക്കുന്നവർക്ക് തോന്നും. ബട്ട് അത് അംഗീകരിക്കില്ല പുള്ളി. ഈ ടൈപ്പ് ആളുകളാണ് ഹിപ്പോക്രൈറ്റ്. ഇവരോട് നമ്മൾ എന്താ ചെയ്യുക? നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇവരോട്. അതാണ് നമ്പർ 1 മാനിപ്പുലേറ്റേഴ്സ്. നമ്പർ 2 കവാർഡാണ്. അതായത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വിദഗ്ധരായ ആളുകൾ, എന്നാൽ അതിൻ്റെ കോൺസിക്വൻസസ് നേരിടുവാനുള്ള തൻ്റെ ഇടം ഇല്ലാത്തവർ. തീ കൊളുത്തുന്നവരാണ് ഇവരൊരു ചെറിയ തീയെ കൊളുത്തിയിട്ടുണ്ടാവുള്ളൂ. അതിപ്പോൾ ഈ വെടിക്കെട്ടിന് തീ കൊളുത്തുന്ന ആൾ നോക്കൂ, ചെറിയൊരു തീയല്ലേ അയാൾ കൊളുത്തിയുള്ളൂ. ബാക്കി മുഴുവൻ തീ പിടിച്ച് അങ്ങോട്ട് പോയതല്ലേ. ഒരു വൈക്കോപ്പൂനെ മുഴുവൻ കത്തിക്കാനും ഒരു ചെറിയ തീപ്പെട്ടിക്കുള്ളിയുടെ ആവശ്യമുള്ളൂ. അവർ ചെയ്യുന്നത് ഒരു ചെറിയ ആക്റ്റാണെന്നാണ് അവരുടെ വിചാരം. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് ഭയങ്കര വലുതായിരിക്കും എന്നുള്ളത് അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം ഒരു ആക്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രവൃത്തിക്ക് ആ പ്രവൃത്തിയിൽ നിന്ന് അയാൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് മാത്രമൊന്നുമല്ല ഉണ്ടാവുക. ആ പ്രവൃത്തിയിൽ ഒരു എഫക്റ്റ് ഉണ്ടാവും. ആ ഇഫക്റ്റ് മറ്റൊരു ഇഫക്റ്റിൻ്റെ കോസായി മാറിയിട്ട് അവിടെ ഡൂമിനോ ഇഫക്റ്റ് സംഭവിക്കും. അതെന്താ? ചെറിയ ഒരു ഇഫക്റ്റിൽ നിന്നും ഒരു കോസ് ഉണ്ടാകുന്നു, ആ കോസിൽ നിന്നും വേറൊരു ഇഫക്റ്റ് ഉണ്ടാകുന്നു, അതൊരു കോസായി മാറുന്നു, അതിൽ നിന്ന് വീണ്ടും എഫക്റ്റ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ കോസിൻ്റെ ഇഫക്റ്റിൻ്റെ ഒരു ചെയിനുണ്ട്. ഈ ചെയിനുണ്ടെന്ന് മാത്രമല്ല, ഇതിന് ഫോഴ്സ് കൂടി വരും. വെടിക്കെട്ട് പോലെയാണ്. ചെറിയൊരു തീപ്പെട്ടിക്കുള്ളിയുടെ മരിയിൽ നിന്ന് ആരംഭിക്കുന്ന വെടിക്കെട്ട് അത് ചെറിയ പൊട്ടലുകളായി അവസാനം ഭീകരമായ പൊട്ടലിൽ കൊണ്ട് അവസാനിക്കുന്ന പോലെയാണ്. അപ്പോൾ ഈ കവാർഡ് എന്ന് പറയുന്ന ടീം ഇവരിങ്ങനെ പ്രശ്നങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും. അതൊരു പ്രശ്നമായി മാറുന്ന പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇവർ കരയുന്നുണ്ടാവും. ചിലപ്പോൾ ഇവർ പാവങ്ങളായി മാറും പെട്ടെന്ന്. ചിലപ്പോൾ പാവങ്ങളായി മാറില്ല, ചിലപ്പോൾ മുങ്ങും അവിടെ നിന്ന്. ചിലപ്പോൾ ഒപ്പം നിൽക്കുന്ന ഒരാളുടെ തലയിലേക്ക് അതിൻ്റെ കുറ്റം മുഴുവൻ അങ്ങോട്ട് ചാരിയിട്ട് മാറി നിൽക്കും അവിടെ നിന്ന്. ഗ്യാസ് ലൈറ്റേഴ്സ് ഉണ്ട് നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന ഗ്യാസ് ലൈറ്റേഴ്സ്. നേരെ കീഴ്മേൽ മറിക്കുന്ന ആൾക്കാർ. നിങ്ങളുടെ മുന്നിൽ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷമത്തിലായിരിക്കുകയാണ്. അത് ആ ഒരു സിറ്റുവേഷനായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറൊരു സിറ്റുവേഷൻ അവിടെ കൊണ്ടുവന്നിടും. മെയിൻ ആഖ്യാനം എന്താണോ അവിടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വിഷയം, സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൽ നിന്ന് അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് പുള്ളി കുറേ കാലം കൊണ്ട് നടക്കുന്ന മറ്റൊരു പുള്ളിക്ക് ഫേവററ്റ് ആയ ഒരു സബ്ജക്റ്റിലേക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്ത്. കാരണം പുള്ളിക്ക് ഒരു അവസരം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരു നാടകത്തിലെ രംഗത്തെ സംവിധായകൻ ഏത് രീതിയിലും മാറ്റിമറിക്കുവാൻ കഴിവുള്ളതുപോലെ അവർക്ക് മാറ്റിമറിക്കാൻ കഴിയും. അവരതിനുവേണ്ടി എന്തും അഭിനയിക്കും. അവരതിനുവേണ്ടി വിക്റ്റിമായി അഭിനയിക്കും. അവർ അബ്യൂസറായിരിക്കും, പക്ഷേ വിക്റ്റിമായി അഭിനയിക്കും. അവർ കരയിപ്പിക്കുന്ന ആളായിരിക്കും, പക്ഷെ അപ്പം കരയുന്ന പോലെ അഭിനയിക്കും. എന്നും ഒരാളെ അങ്ങോട്ട് കരയിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ട് ചെറിയൊരു വർത്തമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നീ കാരണം പ്രതിസന്ധിയിലായി എന്ന് പറയും. മനസ്സിലാവും? നേരെ തിരിച്ചു സാധനം. ഇത് ആരവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെ ജീവിത പ്രതിസന്ധിയിലായിരിക്കും കേൾക്കുന്ന ആളുകൾ അശ്വടാ പാവം എന്ന് തോന്നും. സാധനം നേരെ തിരിച്ചായിരിക്കും നടക്കുന്നുണ്ടാവുക. ഇവർക്കൊക്കെ സിനിമ എഡിറ്റർ ആവാൻ പറ്റും. കാരണം സിനിമയിൽ എപ്പോഴും ട്വിസ്റ്റ് വേണമല്ലോ, നിറയെ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. സിനിമ സംവിധായകൻ സിനിമ എഡിറ്ററൊക്കെ ആയെന്നല്ല, ഇത് ഫാമിലിയിൽ കൊണ്ട് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം.
പല വീടുകളിലും ആരുടെ പേരിൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടായാലും വട്ടം കറങ്ങിയതെല്ലാം ഒരാളുടെ തലയ്ക്ക് എത്തുന്ന ഒരു കേസ് നമ്മൾ കാണാറുണ്ട്. അവിടുത്തെ അധികം പ്രതികരിക്കാത്ത ബുദ്ധിമുട്ട് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരു പാവത്തിൻ്റെ തലയ്ക്ക് സകല കുറ്റവും കൊണ്ട് അങ്ങോട്ട് ഇടും. എന്നിട്ട് ബാക്കി എല്ലാവരും കൂടെ കൈയടിച്ചിട്ട് ബില്ല് പാസ്സാക്കും. ഇത് മുഴുവൻ ഉണ്ടായത് ഇയാൾ കാരണമാണ്. വളരെ ശ്രദ്ധിക്കരുത്. അടുത്ത ആരാ? ഡ്രാമ ക്വീൻ. അവരെന്താ ചെയ്യാന്നറിയോ? ദേ ഓവർ റിയാക്ട് ഇമോഷണലി ടു ഷിഫ്റ്റ് ഫോക്കസ് ഇൻ ടു ദംസെൽഫ്സ്. അതാണ് അവർ. ആരാണ്? ഒരു ചെറിയ പ്രശ്നം നമ്മുടെ വീട്ടിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ അമിതമായി റിയാക്ട് ചെയ്തിട്ട് ആ പ്രശ്നം പരിഹരിക്കലൊന്നും ആയിരിക്കില്ല അവിടെ നടക്കുക. ഈ ആളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ ശ്രമിക്കും. എല്ലാ പ്രശ്നങ്ങളിലും ഇയാൾ പോയി ഇടപെടും ചിലപ്പോൾ. എന്നിട്ട് ആ പ്രശ്നങ്ങളുടെ ഇടയിൽ ആളാവാൻ നോക്കും. ദേ നീഡ് അറ്റൻഷൻ. അവർക്ക് അറ്റൻഷൻ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കാൻ തയ്യാറാണ്. അവർക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ച് പെരിപ്പിച്ച് അതിൻ്റെ പേരിലിരുന്ന് കരഞ്ഞ് കണ്ണുനീരൊഴുക്കി ശ്രദ്ധയാകർഷിക്കാൻ തയ്യാറാണ്. അവർക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചില മാനസിക രോഗങ്ങളൊക്കെ വന്നതുപോലെ ആക്കി തീർക്കാൻ തയ്യാറാണ്. ഒട്ടും അറ്റൻഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഞരമ്പ് മുറിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കാൻ തയ്യാറാണ്. അങ്ങനെ പലതും ചെയ്യും. അവർ ആത്മഹത്യ ചെയ്യില്ല കേട്ടോ, അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. അവർക്ക് ആളുകളുടെ അറ്റൻഷൻ വേണം, അത്രയേ ഉള്ളൂ. ആത്മഹത്യ ചെയ്യുന്ന പോലെ തോന്നിപ്പിച്ച് പേടിപ്പിച്ച് ആളുകളെയൊക്കെ ഒന്ന് ഞെട്ടിപ്പിച്ച് ആളാവും. ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ ചെയ്യും അവർ. അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അറ്റൻഷൻ വേണം അവർ. അറ്റൻഷൻ ഉണ്ടാക്കാൻ നല്ല വല്ല പരിപാടിയും ചെയ്താൽ പോരെ? അറ്റൻഷൻ ഉണ്ടാക്കാൻ എന്തൊക്കെ പണിയുണ്ട് ലോകത്തില്ലേ? ആളുകളുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷനായി മാറാൻ. പക്ഷേ ഇവർക്ക് അങ്ങനത്തെ കയ്യിലിരിപ്പുകളൊന്നും ഇല്ല. നല്ല രീതിയിൽ അറ്റൻഷൻ സൃഷ്ടിക്കുവാൻ, നല്ല രീതിയിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷനായി മാറുവാനുള്ള ഐഡിയാസ് ഇല്ല. മനുഷ്യന് പൊതുവേ ഈ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ആളുകളുടെ അറ്റൻഷൻ വേണം. അത് മനുഷ്യൻ്റെ ഒരു നൈസർഗികമായിട്ടുള്ളൊരു ആവശ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബട്ട് അതൊരു പിടിവിട്ട അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാലില്ലേ, അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും. അപ്പോഴാണ് ആൾ മാനിപ്പുലേറ്ററായി മാറുന്നത്. സോ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ചേട്ടാ ഇത്രയൊന്നും ഇമോഷണൽ ആവേണ്ട കാര്യമില്ലല്ലോ, ഇത് ഇത്രയൊന്നും ഡയലോഗ്സ് അടിക്കേണ്ട ആവശ്യമില്ല, ഇത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇയാൾ എന്തിനാ ഇതിന് ഇത്രയും ഇതിൽ ഡ്രാമ ഉണ്ടാക്കുന്നത്? അത് നമുക്കിങ്ങനെ മാറി നിന്ന് നമ്മൾ ആ പ്രശ്നത്തിൽ ഇൻവോൾവ് അല്ലാത്ത പോലെ ഒന്ന് മാറി നിന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഭയങ്കര അതിശയോക്തികൾ കൂടുതലായിരിക്കും. അതേപോലെ അതിശയോക്തി കൂടുതൽ ചേർക്കുവാൻ പറ്റുന്ന ആൾക്കാരെ ഈ കൂട്ടർ വല്ല നോവലിസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല സക്സസ്ഫുൾ ആയിരിക്കും കേട്ടോ. പക്ഷെ അതൊന്നും ആവില്ല. അവർ നിത്യജീവിതത്തിലാണ് ഈ നോവലിൻ്റെ ട്രിക്കുകളൊക്കെ കൊണ്ടുപോയി ഉപയോഗിക്കുക. ലാസ്റ്റ് വൺ ഈസ് ക്രിബിളി എന്ന് പറയും. പ്രൊനൗൺസിയേഷൻ അങ്ങനെ വരിക. അവരെല്ലാവരും കളിയാക്കും. അതാണ് അവരുടെ മെയിൻ സ്വഭാവം. അവരെല്ലാവരും കളിയാക്കും. മനുഷ്യരെ ബാധിക്കുന്ന തമാശകൾ പറയും. ഇപ്പോൾ സഭയിലൊക്കെ ഇരുന്നിട്ട് സ്വന്തം ഭാര്യയെ കഴുത എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. സ്വന്തം മക്കളെ വിവരമില്ലെന്ന്, പഠിച്ചിട്ടൊന്നും കാര്യമില്ല, എവിടെ എത്തുക എന്തങ്ങനെ പോകുന്നുണ്ട് സ്കൂളിൽ. വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് സ്വന്തം മക്കളെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുക. അവർക്കൊക്കെ അത് കൊള്ളും നല്ല പോലെ. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയെ ഭർത്താവിനെയൊക്കെ കളിയാക്കുന്നവർ, അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അവർക്കത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളത്. കുറച്ച് തമാശയൊക്കെ ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലുകളൊക്കെ ജീവിതത്തിലുള്ളത് തന്നെയാണ്. ബട്ട് അതൊക്കെ അസ്ഥാനങ്ങളിൽ കൊണ്ട് ഉപയോഗിക്കുമ്പോഴേ വലിയ പ്രശ്നം ഉണ്ടാകും. എന്നാൽ വലിയ രസം എന്താണെന്നറിയോ? ഇതൊന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഒന്ന് അങ്ങോട്ടങ്ങാൻ കളിയാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടങ്ങാൻ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റില്ല. അവരതിന് വലിയ സീനാക്കും, കരയും. അവർ 200 തവണ ഇങ്ങോട്ട് കളിയാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ഒരു തവണ അങ്ങോട്ട് കളിയാക്കി കഴിഞ്ഞാൽ ആളെന്താ പറയാന്നറിയോ? ഞാൻ നിന്നെ എന്തെങ്കിലും ഒന്ന് കളിയാക്കുന്നതിന് പകരമാണ് നീ എന്നെ അടിക്കടി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ തിരിയും. ആൾക്ക് അങ്ങോട്ട് എത്ര വേണമെങ്കിലും എന്തും ചെയ്യാം. പക്ഷെ ഒരെണ്ണം ഈ ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഗോൾ വന്ന് വീണപ്പോൾ കളി നിർത്തിപ്പോണ പരിപാടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങോട്ട് മാത്രം ഗോൾ അടിക്കാൻ പാടുള്ളൂ. എൻ്റെ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിച്ചാൽ ഞാൻ കളി നിർത്തും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ക്രൈബിളീസ് വെരി വെരി ഡേഞ്ചറസ്. ഇവരെ ഡീൽ ചെയ്യാൻ പറ്റില്ല. ഇതാണ് 5 ടൈപ്പ് മാനിപ്പുലേറ്റേഴ്സ്. ഇങ്ങനെയുള്ള ആരെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്പർ 1 ഓപ്ഷൻ അവരുടെ കൂടെ ഡീലിങ്സിൽ നിൽക്കാതിരിക്കലാണ്. അതാരായാലും അവരിൽ നിന്ന് മാനസികമായിട്ടെങ്കിലും അകന്ന് ജീവിക്കാൻ പഠിക്കും. മാനിപ്പുലേറ്റേഴ്സിൻ്റെ കൂടെ ഡീൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയുന്ന വാക്കുകൾ ഒരു സമ്പൂർണ്ണ വാക്കായിരിക്കണം. അവരോട് സംസാരിക്കുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കരുത്. വാക്കുകൾ എന്തുകൊണ്ടെന്നാൽ നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല നമ്മളെന്താ ഉപയോഗിച്ച വാക്ക് എന്നുള്ളത്. അപ്പോൾ അളന്ന് മുറിച്ചേ സംസാരിക്കാവൂ ഇവരോട്. ആ വാക്കുകൾ ഏതാണെന്നുള്ളത് വളരെ വ്യക്തമായിരിക്കണം. ആ വാക്കുകൾ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് മിസ്സിങ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പൂരിപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അവർ അതിൻ്റെ ബാക്കിയൊക്കെ പൂരിപ്പിക്കും. നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അവരങ്ങനെ വിചാരിച്ചപ്പോൾ നമ്മളെന്ത് ചെയ്യും? അങ്ങനെ വിചാരിക്കാനുള്ള ഓപ്ഷൻ ഇട്ട് കൊടുക്കരുത്. 100% സംസാരിക്കണം.
അതൊക്കെ വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മാനിപ്പുലേറ്റേഴ്സിന് ചേട്ടാ ഞാനെങ്ങനെ ഇപ്പം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുമായിരിക്കില്ലേ, മറന്നുപോയതായിരിക്കും, ഇങ്ങനെ നമ്മളെ തോന്നിപ്പിക്കും. അതാണല്ലോ മാനിപ്പുലേറ്റർ. നമുക്ക് നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കി തരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, അളന്ന് മുറിച്ച് സംസാരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മാനിപ്പുലേറ്റേഴ്സിനെ ഡീൽ ചെയ്യുന്ന വഴി അളന്ന് മുറിച്ച് സംസാരിക്കാൻ പഠിക്കുക. സംസാരിച്ച വാക്കുകളെക്കുറിച്ച് നല്ല ബോധം ഉണ്ടായിരിക്കുക. അത് സേവ് ചെയ്ത് വയ്ക്കുക, ഞാനെന്താ പറഞ്ഞതെന്നുള്ളത്. ഒരു മന്ത്രി സ്റ്റേജിൽ പ്രസംഗിക്കുന്ന പോലെ ആയിരിക്കണം ഇങ്ങനെയുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നത്. നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്ത വർത്തമാനം മനസ്സിലാവണ്ട. ഇങ്ങനെയൊക്കെയാണ് ഇത് ഡീൽ ചെയ്യുക.